മൂന്നാറിൽ മറ്റൊരു സംഭവം ഇത്തരത്തിലുണ്ടാകുന്നത് കാട്ടാനയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത രണ്ടുപേർക്കെതിരെ കേസെടുത്തു. ഓൾഡ് മൂന്നാർ സ്വദേശികളായ സെന്തിൽ രവി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന കട്ടക്കൊമ്പന്റെ മുന്നിൽ നിന്നാണ് ഇവർ സാഹസികമായി ഫോട്ടോ എടുത്തത്. സുബിൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. സുബിൻ, ഒരുപക്ഷെ കൃത്യമായൊരു ജാഗ്രതാ നിർദ്ദേശം വനപാലകർ നൽകുന്നില്ല, അല്ലെങ്കിൽ വനപാലകരുടെ നിരീക്ഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയല്ലേ ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടുന്നത്? തീർച്ചയായും അതിൽ വനപാലകർ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം, അതായത് മൂന്നാർ മേഖലയുടെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കാട്ടാനകൾ സ്വൈര്യവിഹാരം നടത്തുന്ന സാഹചര്യമുണ്ട്. മൂന്നാർ കഞ്ഞിമല, അതുപോലെ തന്നെ മൂന്നാർ പഴയ മൂന്നാർ മേഖല, അതുപോലെ തന്നെ ഈ മാട്ടുപ്പെട്ടി എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ കാട്ടാനക്കൂട്ടവും അതുപോലെ ഒറ്റയന്മാരും സ്വൈര്യവിഹാരം നടത്തുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഈ പറയുന്ന ആളുകൾക്കോ പ്രദേശവാസികൾക്കോ ലഭ്യമാക്കുന്നതിൽ വനം വകുപ്പ് വലിയ തരത്തിൽ പിന്നോട്ട് പോകുന്നു, പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിനപ്പുറം ഇത്തരത്തിൽ കാട്ടാനയുണ്ടെന്ന് അറിഞ്ഞെത്തി അവിടെ എത്തി ആനയെ പ്രകോപിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് നമുക്കിപ്പോൾ കാണുന്ന ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ മൂന്നാർ മേഖല, കഞ്ഞിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ആളുകളെ കൊന്നിട്ടുള്ള, നിലവിൽ കഴിഞ്ഞിടയ്ക്ക് മൂന്നാർ മേഖലയിൽ രണ്ടുപേരെ ചവിട്ടിക്കൊന്ന ആന എന്ന് സംശയിക്കുന്നതാണ് കട്ടക്കൊമ്പൻ. ആ കട്ടക്കൊമ്പന്റെ മുന്നിൽ നിന്നാണ് അതിസാഹസികമായി രണ്ടുപേർ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നത്. ഒരാൾ ഫോട്ടോ എടുക്കുന്നു, മറ്റേയാൾ ഈ ആനയുടെ അടുത്തിരിക്കുന്നു. അകത്ത് പോകുന്നതിനിടയിൽ ആന തിരിഞ്ഞ് ഇവരെ നോക്കി ഒരു പ്രകോപിതനാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവർ ഈ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വനം വകുപ്പ് കേസ് എടുത്തിട്ടുള്ളത്. ഈ കേസ് പ്രകാരം, അതായത് പഴയ മൂന്നാർ സ്വദേശിയായിട്ടുള്ള സെന്തിൽ അതുപോലെ തന്നെ രവി എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ ആനയെ പ്രകോപിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തത്. എന്തായാലും ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടനെ ഉണ്ടാകും. ഇത്തരത്തിൽ ഇതൊരു സൂചനയാണ്, അല്ലെങ്കിൽ ഇതൊരു പ്രധാനമായും ഇത്തരത്തിൽ ഈ ഒരു ആനയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് ആളുകൾ പോയാൽ ഏത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഇത്. ഇത്തരത്തിൽ ആനയെ പ്രകോപിപ്പിക്കുന്നതും ഇത്തരത്തിൽ ആളുകൾ ആനയുണ്ട് എന്നറിഞ്ഞ് ഈ മേഖലകളിലെത്തി ആനക്കൂട്ടത്തെയും ഇതുപോലുള്ള ഒറ്റയന്മാരെയും പ്രകോപിപ്പിക്കുന്നതും വലിയ രീതിയിലുള്ള അപകടങ്ങൾ വരുത്തുന്നുണ്ട്. യെസ്, വ്യക്തമാണ്. സുബിനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.